വാർത്തകൾ തുടരുന്നു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള SSLC തുല്യതാ പരീക്ഷ ഗൾഫിലും ആരംഭിച്ചു. 101 പേരാണ് UAEയിൽ പരീക്ഷ എഴുതുന്നത്. വിവിധ കാരണങ്ങളാൽ 10ാം തരം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് തുല്യതാ പരീക്ഷ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സാക്ഷരതാ മിഷനും സംയുക്തമായി നടത്തുന്ന തുല്യതാ പരീക്ഷ കഴിഞ്ഞ വർഷമായിരുന്നു പ്രവാസികൾക്ക് എഴുതാൻ അവസരം ലഭിച്ചത്. UAEയിലെ ഇതിന്റെ 2ാം ബാച്ചിലുള്ളവർക്കുള്ള പരീക്ഷയാണ് ദുബൈയിലും അബുദാബിയിലുമായി നടക്കുന്നത്. ദുബൈയിൽ 71ഉം അബുദാബിയിൽ 30 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷം ആദ്യ ബാച്ചിൽ 103 പേർ പരീക്ഷ എഴുതി വിജയിച്ചിരുന്നു. നാട്ടിലെ അതേ രീതിയിൽ നടത്തുന്ന തുല്യതാ പരീക്ഷ 10ാം ക്ലാസ് പൂർത്തിയാക്കാത്ത പ്രവാസികൾക്കൊരു സുവർണാവസരമാവുകയാണ്. UAEയിൽ ദുബായ് KMCC മുൻകൈയെടുത്ത് തുല്യതാ പരീക്ഷയ്ക്കുള്ള പ്രത്യേക ക്ലാസുകളും പരിശീലനവും നൽകുന്നുണ്ട്. 3ാമത്തെ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 7ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റോ TCയോ ഉള്ളവർ പാസ്പോർട്ട് കോപ്പിയും 740 ദിർഹം ഫീസും നൽകിയാണ് അപേക്ഷിക്കേണ്ടത്. ഫീസ് ഘട്ടം ഘട്ടമായി അടയ്ക്കാനുള്ള അവസരമുണ്ടെന്നും പുതിയ ബാച്ചിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് KMCCയുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ മുന്നേറ്റ വേദിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം. പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള കോടതിയലക്ഷ്യ കേസ് അടുത്ത മാസം 20ലേക്ക് മാറ്റി. ആഴ്ചകൾക്ക് മുമ്പ് നടന്ന പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയായ ജനകീയ മുന്നേറ്റവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇറാദ ചത്തുരത്തിൽ കഴിഞ്ഞ ദിവസം സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. രാത്രി 9 മണിക്ക് തുടങ്ങിയ സത്യാഗ്രഹം 1 മണിക്കൂർ നീണ്ടുനിന്നു. കുവൈത്ത് സ്വാതന്ത്ര്യത്തിന്റെയും നിയമവാഴ്ചയുടെയും നാട്, തടവിലുള്ളവരെ ഉടൻ വിട്ടയക്കുക തുടങ്ങിയ പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു സമരം. ജയിലിൽ കഴിയുന്ന തങ്ങളുടെ പ്രവർത്തകരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ മുസൈലം അൽ ബറാഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതിനിടെ മുസൈലം അൽ ബറാഖിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഫൈസൽ അൽ മുർഷിദ് ഫയൽ ചെയ്ത കേസ് ഒക്ടോബർ 20ലേക്ക് നീട്ടി. ഇന്നലെ കൂടിയ ക്രിമിനൽ കോടതിയാണ് കേസിൽ വാദം കേൾക്കുന്നത് വീണ്ടും മാറ്റിയത്. കഴിഞ്ഞ മാസം തന്റെ ദീവാനിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസിനെതിരെ ബറാഖ് അഴിമതി ആരോപണം ഉന്നയിച്ചത്. കേസിൽ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത ബറാഖിനെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ജാമ്യത്തിൽ വിട്ടത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ അഹമ്മദിയിൽ എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുവൈറ്റ് പെട്രോളിയം കമ്പനിയുടെ അഹമ്മദിയിലുള്ള റിഫൈനറിയിൽ തീ പടർന്നത്. അപകടത്തിൽ ആളപായമുണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. 2 ആഴ്ച മുൻപ് അഹമ്മദി റിഫൈനറിയിൽ മലിനജല പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 ഇന്ത്യക്കാർ മരിച്ചിരുന്നു. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ കീഴിലുള്ള KKMA ഫൗണ്ടേഷൻ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി സ്കോളർഷിപ്പ് നൽകുന്നു. 2013-14 വർഷത്തെ +2 പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെ ജയിച്ച് ഉന്നത പഠനത്തിന് ചേർന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ബിരുദ, പ്രൊഫഷണൽ, ഡിപ്ലോമ, IT കോഴ്സുകൾക്ക് പഠിക്കുന്ന 100 കുട്ടികളെയാണ് ഈ വർഷം സ്കോളർഷിപ്പിനായി പരിഗണിക്കുക. മിനിമം 70% മാർക്കോടെ +2 അല്ലെങ്കിൽ തത്തുല്യ കോഴ്സുകൾ പാസ്സായിരിക്കണം. കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ 9,000 രൂപ മുതൽ 36,000 രൂപ വരെയാണ് വാർഷിക സ്കോളർഷിപ്പ് തുക. രക്ഷിതാക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, SSLC ബുക്കിന്റെ പകർപ്പ്, പാസ്സായ കോഴ്സിന്റെ മാർക്ക് ലിസ്റ്റ്, ഉന്നത പഠനത്തിന് ചേർന്ന സ്ഥാപനത്തിന്റെ മേധാവിയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം പൂരിപ്പിച്ച അപേക്ഷ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. അപേക്ഷാ ഫോം ഇമെയിൽ വഴി ആവശ്യമുള്ളവർ kkma@kkma.net എന്ന വിലാസത്തിലും, പോസ്റ്റലായി വേണ്ടവർ തങ്ങളുടെ വിലാസം എഴുതിയ കവർ സഹിതം K സിദ്ദീഖ്, KKMA ഫൗണ്ടേഷൻ, ഷാജി ഹൌസ്, PO കൊല്ലം, കൊയിലാണ്ടി 673-307 എന്ന വിലാസത്തിലും ബന്ധപ്പെടണം. പൂരിപ്പിച്ച അപേക്ഷ ആവശ്യമായ രേഖകൾ സഹിതം ഇമെയിൽ, പോസ്റ്റൽ വിലാസങ്ങളിൽ അയക്കാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സ്കൂളുകൾ തുറക്കുന്നതോടെ നിരത്തുകളിൽ തിരക്ക് കുറയ്ക്കാനുള്ള നടപടികളുമായി കുവൈത്ത് ഗതാഗത വകുപ്പ്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ആദിൽ അൽ ഹഷാഷ് അറിയിച്ചു. സ്കൂൾ തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേരങ്ങളിൽ എല്ലാ പ്രധാന റോഡുകളിലും ട്രാഫിക് പോലീസിന്റെ നിരീക്ഷണമുണ്ടാകും. 6 പ്രവിശ്യകളിലും ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനും ആഭ്യന്തര വകുപ്പ് തുടക്കമിട്ടിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ആവേശം വിതറി ദുബായ് ഭരണാധികാരി. വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ സാമൂഹിക പ്രതിബദ്ധത വിസ്മരിക്കരുതെന്ന ദുബായ് ഭരണാധികാരി കുട്ടികളെ ഉണർത്തി. പഠനവും ജോലിയും തേടി ദുബായിലേക്ക് വരുന്ന ചൈനക്കാരുടെ എണ്ണം കൂടിയ സാഹചര്യം കൂടിയാണിപ്പോൾ. ദുബായ് ബിസിനസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ആദ്യ ബാച്ചിലെ ചൈനീസ് വിദ്യാർത്ഥികളെയാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കണ്ടത്. പ്രോഗ്രാമിന്റെ ആദ്യ ദിനം DIFCയിലെ ഫാൽക്കൺ ആസ്ഥാനത്തായിരുന്നു സംവാദം. ചൈനീസ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാനുള്ള അവസരമാണ് പ്രോഗ്രാമിലൂടെ കൈവന്നിരിക്കുന്നത്. പുതുതലമുറയുടെ കയ്യിലാണ് ലോകത്തിന്റെ ഭാവിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു.
ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് ലക്ഷ്യം കൈവരിക്കാൻ വിദ്യാർത്ഥികൾ കഠിന പ്രയത്നം നടത്തണം. ഓരോരുത്തരുടെയും സാധ്യതകൾ തേച്ചുമിനുക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പഠന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള അവസരം വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കൊപ്പം ഏറെ നേരം ചെലവിട്ടാണ് ഷെയ്ഖ് മുഹമ്മദ് മടങ്ങിയത്. മീഡിയ 1 ദുബൈ. രാജ്യത്തിന്റെ 84ാം ദേശീയ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. തലസ്ഥാനമായ റിയാദിലെ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഗവർണർ തുർക്കി ബിൻ അബ്ദുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. റിയാദ് ആക്ടിംഗ് മേയർ ഇബ്രാഹിം അൽ ദജീൻ, ആക്ടിംഗ് പോലീസ് ചീഫ് മുബാറക് അൽ സുദൈസ് തുടങ്ങിയ പ്രമുഖരും യോഗത്തിൽ പങ്കെടുത്തു. റിയാദിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ നിരവധി ആഘോഷങ്ങളാണ് ഇത്തവണ നടക്കുക. സെപ്റ്റംബർ 23-നാണ് സൗദി ദേശീയ ദിനം. ബഹ്റൈനിൽ ജനങ്ങൾക്ക് ജലം ലഭ്യമാക്കാൻ വരുന്ന ചെലവിന്റെ 20% മാത്രമേ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുകയുള്ളൂവെന്ന് വൈദ്യുത ജലവകുപ്പ് മന്ത്രി. ഗാർഹിക ഉപഭോക്താക്കളല്ലാത്തവരുടെ സബ്സിഡി ഘട്ടം ഘട്ടമായി ഒഴിവാക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ പൊതുബജറ്റിൽ വൈദ്യുതിക്കും വെള്ളത്തിനുമായി വൻതുക നീക്കിവെക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് വൈദ്യുത ജലവകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ ഹുസൈൻ ബിൻ അലി മിർസയാണ് വ്യക്തമാക്കിയത്. പരമ്പരാഗതവും അല്ലാത്തതുമായ ജലസ്രോതസ്സുകൾ നിലനിർത്താനാവശ്യമായ നടപടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് ഖേദകരമാണ്. ജല ഉപഭോഗത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കുന്നതിനും ഭാവിയിലേക്ക് ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ശക്തമായ അവബോധം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാർഹിക ഉപയോക്താക്കളല്ലാത്തവരുടെ സബ്സിഡി പതിയെ ഒഴിവാക്കേണ്ടി വരുമെന്നും ജലത്തിൻ്റെ തെറ്റായ ഉപയോഗം സർക്കാരിന് വൻ നഷ്ടം വരുത്തിവെക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ. ബഹ്റൈനിലെ പ്രമുഖ ഷോപ്പിംഗ് മാളായ സീഫ് മാളിൽ മാജിക് ലാൻഡ് എന്ന പേരിൽ പുതിയ അമ്യൂസ്മെന്റ് പാർക്ക് ആരംഭിച്ചു. വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്ക് ആരംഭിച്ചത്. ബഹ്റൈൻ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുള്ള ഹസൻ ഫക്രു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സീഫ് പ്രോപ്പർട്ടീസ് ജനറൽ മാനേജർ റോബർട്ട് അഡീസൺ, സാക്കർ ഷഹീൻ, സുലൈമാൻ അൽ ഖുസൈബി എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. കുവൈറ്റിൽ ചെമ്മീൻ ചാകര. ട്രോളിംഗ് നിരോധനം പൂർണ്ണമായും പിൻവലിച്ചതോടെ നിറയെ ചെമ്മീനുമായാണ് ഇന്നലെ ബോട്ടുകൾ കരയണഞ്ഞത്. കിലോ 6 ദീനാർ നിരക്കിലാണ് ജംബോ ഇനങ്ങൾ വിറ്റഴിഞ്ഞത്. കുവൈത്ത് ഉൾക്കടലിൽ ചെമ്മീൻ വേട്ടക്കേർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിയതോടെയാണ് ഇന്നലെ വൻതോതിൽ ചെമ്മീൻ കരയിലെത്തിയത്. ഷെർക്ക് മാർക്കറ്റിൽ ചെമ്മീൻ വ്യാപാരം മുൻകാല റെക്കോർഡുകൾ ഭേദിച്ചതായി കച്ചവടക്കാർ പറഞ്ഞു. വലിയ ഇനം പ്രാദേശിക ചെമ്മീൻ കിലോ 6 ദിനാറിനും മീഡിയം ഇനങ്ങൾ കിലോ 3.5 ദിനാർ തോതിലുമാണ് ഇന്നലെ വിറ്റുപോയത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിപണിയിൽ പ്രാദേശിക ചെമ്മീൻ എത്തിയതും വിലയിലുണ്ടായ കുറവും കാരണം മാർക്കറ്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചെമ്മീൻ ഇനങ്ങളായിരുന്നു ഇത്രയും നാൾ കുവൈത്ത് തീന്മേശകളിൽ എത്തിയിരുന്നത്. പ്രജനനകാലം കണക്കിലെടുത്ത് ജനുവരി 15 മുതലായിരുന്നു കുവൈത്ത് സമുദ്രാതിർത്തിയിൽ നിന്ന് ചെമ്മീൻ പിടിക്കുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ട്വിറ്ററിൽ ബഹ്റൈൻ പ്രതിരോധ സേനയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിന് അറസ്റ്റിലായ പൗരൻ ജാമ്യം അനുവദിച്ചു. അൽ ഫത്തേഹ് യുവജന സഖ്യം നേതാവായിരുന്ന യാക്കൂബ് അൽ സുലൈമാനെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി സേന സൈനികാംഗങ്ങളെ സ്വാധീനിക്കുന്നുവെന്നായിരുന്നു ട്വിറ്ററിൽ ഇദ്ദേഹം നടത്തിയ പരാമർശം. ഖത്തറിൽ വിഭിന്നശേഷിയുള്ളവർക്കായി പ്രത്യേക ATMകൾ വരുന്നു. സാങ്കേതിക വിദ്യകളുടെ ഫലം അനുഭവിക്കാൻ വിഭിന്നശേഷിയുള്ളവർക്കും തുല്യാവകാശമുണ്ടെന്ന നയത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ഇതിനായി ICT ഖത്തർ 3 വർഷം മുൻപ് ഇലക്ട്രോണിക് ആക്സസിബിലിറ്റി പോളിസി പ്രഖ്യാപിച്ചിരുന്നു. ഈ പോളിസിയുടെ ഭാഗമായാണ് വീൽ ചെയറിലിരുന്നും കാഴ്ചശക്തിയില്ലാത്തവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ATMകൾ സ്ഥാപിക്കാൻ ഖത്തർ സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയത്. വീൽ ചെയറുകൾ സുഗമമായി കൊണ്ടുപോകാനുള്ള വഴി ATM കൗണ്ടറിൽ ഉണ്ടാവണം. കാഴ്ചശക്തിയില്ലാത്തവർക്കായി ബ്രെയിൻ ലിപിയും ശബ്ദം തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയറും ഉൾപ്പെടുത്തിയിരിക്കണം. 20 ATMകൾക്ക് 1 എന്ന നിലയിലാണ് വിഭിന്നശേഷിയുള്ളവർക്കായുള്ള പുതിയ ATMകൾ സജ്ജീകരിക്കേണ്ടത്. ബഹ്റൈനിൽ വില നിലവാരം നിയന്ത്രിക്കാൻ സാധിക്കുന്നതായി വ്യവസായ വാണിജ്യ മന്ത്രി. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരം ഉറപ്പുവരുത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മാട്ടിറച്ചി, കോഴിയിറച്ചി, ധാന്യങ്ങൾ എന്നിവയുടെ വില സ്ഥിരമായി നിലനിർത്തുന്നതിൽ സർക്കാരിന് സബ്സിഡി വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാചക നിന്ദ നടത്തിയെന്ന കേസിൽ ബഹ്റൈനിൽ ചാർജ് ചെയ്യപ്പെട്ട കേസിൽ വിചാരണ സെപ്റ്റംബർ 7-ന് ആരംഭിക്കും. മതപ്രതീകങ്ങളെ അവഹേളിച്ച് പുസ്തകം അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചതിനാണ് 3 പേർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പുസ്തകങ്ങൾ കണ്ടുകെട്ടുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിരുന്നു. ബഹ്റൈനിൽ വേനൽക്കാലം പ്രമാണിച്ച് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഏർപ്പെടുത്തിവരുന്ന ഉച്ചവിശ്രമവേള നിയമത്തിന്റെ കാലപരിധി അവസാനിച്ചു. 98% സ്ഥാപനങ്ങളും നിയമം പാലിക്കുന്നതിൽ ജാഗ്രത പുലർത്തിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു.
വേനൽക്കാലത്ത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കാണ് ഉച്ചക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ബഹ്റൈനിൽ ഉച്ചവിശ്രമവേള ഏർപ്പെടുത്തിയിരുന്നത്. രാജ്യത്തെ ഭൂരിപക്ഷം തൊഴിൽ സ്ഥാപനങ്ങളും നിയമം പാലിച്ചതായും അവർക്ക് നന്ദി അറിയിക്കുന്നതായും തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ പറഞ്ഞു. തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിക്കുന്ന കാര്യത്തിൽ ആദ്യം മുന്നോട്ട് വന്നത് ബഹ്റൈനാണെന്നും അതിനുശേഷമാണ് പല രാഷ്ട്രങ്ങളും ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയതെന്നും മന്ത്രി വ്യക്തമാക്കി. വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും വികസിത രാജ്യങ്ങളുടെയും പിന്തുണ ഈ നീക്കത്തിന് ലഭിച്ചു. തൊഴിലിടങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും സീസണിലുണ്ടാകുന്ന നിർജ്ജലീകരണം പോലുള്ള അവസ്ഥകൾ കുറയുന്നതിനും ഉച്ചവിശ്രമവേള സഹായിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ. റിയാദ് അന്താരാഷ്ട്ര എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സൗദി ഭക്ഷ്യകൃഷിമേളയിൽ ഇന്ത്യൻ പവലിയൻ ഉണ്ടാകുമെന്ന് എംബസി അറിയിച്ചു. ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷന്റെ കീഴിൽ 50 സ്ഥാപനങ്ങൾ പങ്കെടുക്കും. അതോടൊപ്പം ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയവും ടീ ബോർഡ് ഓഫ് ഇന്ത്യയും ഓൾ ഇന്ത്യ റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷനും മേളയിൽ പങ്കെടുക്കും. എക്സിബിഷൻ സെന്ററിലെ 4-ാം നമ്പർ ഹാളിലെ ഇന്ത്യൻ പവലിയൻ സെപ്റ്റംബർ 7 വൈകിട്ട് 4:30 അംബാസിഡർ ഹമീദ് അലി റാബുവും ഉദ്ഘാടനം ചെയ്യും. സൗദി അറേബ്യയിലെ ഫോൺ ചാർജിൽ ഇളവ് വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഷൂറ കൗൺസിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT കമ്മീഷനോട് നിർദ്ദേശിച്ചു. സൗദി പൗരന്റെ വരുമാനത്തിന്റെ 30% ഫോൺ ചാർജിനായി നൽകുന്നുണ്ടെന്നും ഷൂറ കൗൺസിൽ പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ ചാർജ് ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദിയെന്ന് നേരത്തെ നടന്ന പഠനത്തിൽ വ്യക്തമായിരുന്നു. രാജ്യത്തിന് പുറത്ത് 7 ഹലാല ഈടാക്കുമ്പോൾ സൗദിയിൽ 35 ഹലാലയാണ് ഈടാക്കുന്നതെന്ന് ഷൂറ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. കെട്ടിട സൗകര്യമില്ലാത്തതിന്റെ പേരിൽ പുതുതായി ചേരാനെത്തുന്ന വിദ്യാർത്ഥികളെ മടക്കി അയക്കേണ്ട അവസ്ഥയിലാണ് ദമാമിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അധികൃതർ. നിലവിൽ 18,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ ദിവസേന 100-ഓളം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ തേടിയെത്തുന്നത്. ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സ്കൂളായ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ഈ വർഷം 2300-ലധികം കുട്ടികളാണ് പുതുതായി പ്രവേശനം തേടിയത്. ഇപ്പോഴും ദിനംപ്രതി 100-ഓളം കുട്ടികളാണ് പ്രവേശനം തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ എത്തുന്ന കുട്ടികളെ ഇനിയും എങ്ങനെ ഉൾക്കൊള്ളണമെന്നറിയാതെ ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും ഭരണസമിതിയും. നിലവിൽ 525 ക്ലാസ് മുറികളിലായി 18,000-ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 2 വലിയ കെട്ടിടങ്ങൾക്ക് പുറമെ 12-ഓളം വില്ലകളിലുമായാണ് ക്ലാസുകൾ നടക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാകാത്ത കെട്ടിടങ്ങളിൽ ക്ലാസ് നടത്തുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കർശന വിലക്കുള്ളതിനാൽ പുതുതായി വില്ലകൾ കണ്ടെത്തി ക്ലാസ് ആരംഭിക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. സിവിൽ ഡിഫൻസിന്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച 42 സ്ക്വയർ മീറ്ററെങ്കിലുമുള്ള മുറികളിൽ മാത്രമേ ക്ലാസ് നടത്താൻ പാടുള്ളൂ. എന്നാൽ സ്കൂൾ പരിസരത്ത് ഇത്രയും സൗകര്യമുള്ള കെട്ടിടങ്ങൾ ലഭ്യമല്ല. നിതാക്കാത്ത ഇഷ്യൂ വന്നതോടുകൂടിയിട്ട് മിനിസ്ട്രി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പഴയ രീതിയിൽ എവിടെയും ക്ലാസ് തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഡിഫൻസ് മിനിസ്ട്രിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയ ഒരു ക്യാമ്പസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പൊക്കെ നമുക്ക് വില്ലകളിൽ ക്ലാസ് നടത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൺ ബിൽഡിംഗ് വേണം, ഓൺ സ്കൂൾ ബിൽഡിംഗ് വേണം. നിതാക്കാത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ആശ്രിത വിസയിലുള്ളവർക്ക് ജോലി ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയത് സ്വകാര്യ സ്കൂളുകളെ ബാധിച്ചേക്കാം എന്ന രക്ഷിതാക്കളുടെ ആശങ്കയാണ് കുട്ടികളെ ഇന്ത്യൻ സ്കൂളിലേക്ക് മാറ്റാൻ രക്ഷിതാക്കളെ പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം ശരാശരി 124 റിയാൽ മാത്രം വരുന്ന ഫീസ് ഘടനയും മികച്ച പഠന നിലവാരവും സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ്. സാജിദ ആറാട്ടുപുഴ, മീഡിയ 1 ദമാം.